ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമദേവന്റെ പട്ടാഭിഷേകമാണ് ഇനി നടക്കാൻ പോകുന്നത്. രത്നസിംഹാസനേ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗെ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തത് പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങ് അന്യൂന ശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനോ രത്നദണ്ഡം പൂണ്ട ചാമരോ വീണാർ. ശത്രുഘ്നവീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരർ ഉപചരിച്ചിടിനാൻ. ഗോലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനോ അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാൻ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദുർവാദള ശ്യാമളം കോമളം പത്മപത്രക്ഷണം സൂര്യകോടി പ്രഭോ ആരകിരീട വിരാജിതം രാഘവം. അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴേക്കും സുമന്ത്രൻ ഒരു വലിയ രഥം ഒരുക്കി നിർത്തി. ശ്രീരാമൻ അതിൽ കയറി. അംഗദൻ, ഹനുമാൻ, വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയവർ അകമ്പടി സേവിച്ചു. സീതയും താര തുടങ്ങിയ വാനര സ്ത്രീകളും സൈന്യത്തിൻ്റെ അകമ്പടിയോടെ പിന്നാലെ പുറപ്പെട്ടു. ഭരതൻ ശ്രീരാമൻ്റെ സാരഥിയായി. വിഭീഷണൻ വെഞ്ചാമരം വീശി. ശത്രുഘ്നൻ വെൺകൊറ്റ കുട പിടിച്ചു. ലക്ഷ്മണൻ വീശിക്കൊണ്ടു നിന്നു ശ്രീരാമനെ ഒന്ന് കാണുവാൻ സ്ത്രീകൾ വഴിയിലുടനീളം കാത്തുനിന്നു. അംഗാദികളുടെ സഹായത്തോടെ ജ്യേഷ്ഠൻ അഭിഷേകം നടത്താൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു. ജാംബവാൻ, സുഷേണൻ, ഹനുമാൻ, അംഗദൻ എന്നിവർ ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായു മൂടിക്കെട്ടിയ കലശങ്ങളിൽ 4 സമുദ്രങ്ങളിലെയും ജലം അവിടെ എത്തിച്ചു. എല്ലാ പുണ്യനദികളിലെയും ജലം വാനരന്മാർ കൊണ്ടുവന്നു. ശത്രുഘ്നനും മന്ത്രിമാരും ചേർന്ന് മറ്റ് സാമഗ്രികളെല്ലാം ഒരുക്കി. രത്നസിംഹാസനത്തിൽ രാമനെ ഇരുത്തി. സീതയെ ഇടതുഭാഗത്തിരുത്തി. വസിഷ്ഠ ഗുരു മറ്റ് മഹാമുനിമാരുമായി ചേർന്ന് അഭിഷേകം നടത്തി. 1008 സ്വർണ്ണ കലശങ്ങളിൽ മന്ത്രം ജപിച്ചു. വാനരന്മാരും രാക്ഷസന്മാരും രത്നദണ്ഡോടുകൂടിയ ചാമരം വീശിക്കൊണ്ടു നിന്നു. ശത്രുഘ്നൻ കുട പിടിച്ച് ക്ഷത്രിയന്മാർ ഉപചാരവാക്കുകൾ ഉച്ചരിച്ചു. ദേവന്മാർ ആകാശത്ത് നിറഞ്ഞു നിന്ന് ദിവ്യമായ ഒരു മാല വായു ഭഗവാന്റെ കയ്യിൽ കൊടുത്തയച്ചു. സർവരത്നോജ്വലമായ മാല രാമൻ അണിഞ്ഞു. പൂർണ്ണഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി ദേവന്മാർ. ഇവരോടൊപ്പം പരമേശ്വരനും അവിടെ വന്നു. ശ്യാമള കോമള രൂപന്, സർപ്പത്തെ തൽപ്പമാക്കിയവന്, കിരീടധാരണത്തിന് നമസ്കാരം. ആദ്യന്തങ്ങളില്ലാത്ത വേദസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. തുടർന്ന് ദേവേന്ദ്രന്മാർ സ്തുതിച്ചു. രാമായണം എന്ന ഇതിഹാസ കാവ്യം കർക്കിടക മാസത്തിൽ മാത്രമല്ല, നിരന്തരം നിത്യവും നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ
വായിക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ്. അതിന് സാധിച്ചില്ല എങ്കിൽ കർക്കിടക മാസത്തിലെ 31 ദിവസമെങ്കിലും ഇത് വായിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. വായിക്കുവാൻ സമയമില്ലെങ്കിൽ അത് കേൾക്കുവാനെങ്കിലും ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനോ ചെയ്കിൽ മർത്യനിജന്മന മുക്തി സിദ്ധിക്കും അതിനില്ല സംശയോ. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരോ സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കെട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാർത്ഥാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാക്കേൾക്കിലും സിദ്ധിക്കും എല്ലാഭീഷ്ടം എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്തി ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലോ ചിത്തോ തെളിഞ്ഞു കേട്ടു മഹാ